بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നെടുക്കുന്ന വീഡിയോ 100 താഹ സൂറത്തിൽ നിന്നുള്ള 46-ാമത്തെ ആയത്ത് മുതൽക്കാണ് ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല ലാ തഖാഫാ ഇന്നനി മഅകുമാ അസ്മഉ വഅറാ فأتياه فقولا إنا رسول ربك فارسل معنا بني إسرائيل ولا تعذبهم قد جئناك بآية من ربك والسلام على من اتبع الهدى. താഹ സൂറത്തിൽ നിന്നുള്ള 3 ആയത്തുകളാണ് ഓതിവെച്ചത്. ഖാല അല്ലാഹു തആല പറഞ്ഞു, ലാ തഖാഫ, നിങ്ങൾ പേടിക്കണ്ട, രണ്ടുപേരും പേടിക്കണ്ട. അള്ളാഹുവിനോട് അള്ളാഹു പറഞ്ഞു, ഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു വയഖ്ശ. ഫിറഔന്റെ അടുത്ത് നിങ്ങൾ രണ്ടുപേരും പോയിട്ട് അവനോട് നല്ല ലയ്യനായ വാക്കുകൾ സംസാരിക്കണം. ദേഷ്യം പിടിച്ചിട്ടോ അതല്ലെങ്കിൽ മറ്റു നിലക്കുള്ള വെറുക്കുന്ന സംസാരങ്ങളൊന്നും പാടില്ല. വളരെ മാർദ്ദവമായ സംസാരങ്ങൾ നിങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തോട് പറയണം. അദ്ദേഹം ഒരു സമയത്ത് ഈ നിങ്ങളുടെ ഉത്ബോധനം അദ്ദേഹത്തിന് ഫലം ചെയ്തേക്കാം, അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയെ പേടിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് അവരെ അയക്കുന്നതാണ് സന്ദർഭം. അപ്പോൾ അവർ പറഞ്ഞു, അള്ളാഹുവിനോട് അവർ പറയാണ്, ഖാല റബ്ബനാ ഇന്നനാ നഖാഫു അൻ യഫ്റുത അലൈനാ രാജാവിൻ്റെ അടുക്കലേക്കാണ് പോകുന്നത്. ഇത് വലിയ പ്രശ്നം പിടിച്ച കാര്യമാണ്. നമ്മളുടെ ഈ സതുപദേശം അവന് ചിലപ്പോൾ അഹങ്കാരമായി തോന്നിയിട്ട് നിങ്ങളുടെ ഒരു ഉപദേശം എന്ന് പറഞ്ഞിട്ട് നമ്മളെ ആക്രമിക്കാം, അല്ലെങ്കിൽ അവൻ പരിധി വിട്ട് പ്രവർത്തിക്കുകയോ സംസാരിക്കുകയൊക്കെ ചെയ്തേക്കാം എന്ന് ഞങ്ങൾ പേടിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞു. അപ്പൊ അള്ളാഹു മറുപടി പറയാണ് 46-ാമത്തെ ആയത്തിൽ. മൂസ നബിയെയും ഹാറൂൻ നബിയെയും സമാധാനപ്പെടുത്തിയിട്ട് പറയണെന്ത്, അള്ളാഹു തആല പറഞ്ഞു, ലാ തഖാഫ, നിങ്ങൾ രണ്ടുപേരും ഭയപ്പെടരുത്. ഇന്നനി, തീർച്ചയായും ഞാൻ, മഅകുമാ, നിങ്ങൾ രണ്ടാളോട് കൂടെയും ഉണ്ട്. അസ്മഉ, ഞാൻ കേൾക്കുന്നു, വഅറ, ഞാൻ കാണുകയും ചെയ്യുന്നുണ്ട്. അവൻ നിങ്ങളോട് നിങ്ങൾ പറയുന്നതിനെ ഞാൻ കേൾക്കുന്നുണ്ട്, അതിന് അവൻ പറയുന്ന മറുപടി എന്താണെന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് പോണം, ഫിറഔനോട് കാര്യങ്ങൾ പറയണം. എന്നിട്ട് പിന്നെ 47-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, ഫഅതിയാഹു, അവൻ്റെ അടുത്ത് നിങ്ങൾ ചെല്ലണം, രണ്ടുപേരും ചെല്ലണം. ഫഖൂല, എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും പറയണം, ഇന്നാ, തീർച്ചയായും ഞങ്ങൾ രണ്ടുപേരും, റസൂല റബ്ബിക, നിന്റെ റബ്ബിൻ്റെ 2 ദൂതന്മാരാണ്. നിന്റെ റബ്ബിൻ്റെ ദൂതന്മാരാണ് എന്ന് പറഞ്ഞതിൽ നിന്റെ റബ്ബ് എന്ന് പറഞ്ഞത് നീ ഒരു അബ്ദാണ്. നീ ഒരു അബ്ദാണ്, അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ ജീവിക്കുന്ന ആളാണ്. നീ റബ്ബും മർബൂബുമാണ്.
മർബൂബ് എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ സഹായത്താൽ ജീവിക്കുന്ന, മറ്റൊരു രക്ഷിതാവിൻ്റെ സഹായത്താൽ ജീവിക്കുന്ന ഒരാൾക്കാണ് മർബൂബ് എന്ന് പറയാം. സഹായിക്കുന്ന ആൾക്ക് റബ്ബ് എന്നും പറയും. അപ്പൊ ആരുടെ സംരക്ഷണത്തിലാണോ നീ ജീവിക്കുന്നത്, അള്ളാഹുവിൻ്റെ, ആ അള്ളാഹുവിൻ്റെ ഒരു അബുദാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് നിന്റെ റബ്ബിൻ്റെ 2 റസൂലാണ് ഞങ്ങൾ എന്ന് പറയണം. ഇന്നാ റസൂല റബ്ബിക്ക, നിന്റെ റബ്ബിൻ്റെ 2 ദൂതന്മാരാണ്, പ്രവാചകന്മാരാണ് എന്ന് പറയണം. മാത്രമല്ല പിന്നെ പറയേണ്ടത് ഫർസിൽ മാന, ഞങ്ങൾ 2 പേരോടും കൂടെ നീ അയച്ചു തരണം ബനി ഇസ്രായേലിന്. ബനി ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അവിടെ 2 വിഭാഗം ആളുകളുണ്ട് ഈജിപ്തില്. ഒന്ന് ബനി ഇസ്രായേലാണ്, യാക്കൂബ് നബിയുടെ സന്താന പരമ്പരയിൽ പെട്ട ആളുകൾ. മറ്റത് ഖിബിത്തിയാണ്, അത് ഫിറഔന്റെ ആളുകളാണ്. ഫിറഔൻ ഖിബിത്തികൾക്ക് വളരെ ആനുകൂല്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. ചെയ്തുകൊണ്ട് അവരുടെ ജീവിതം സുഖകരമാണ്. ബനി ഇസ്രായേലിനെ അടിമവേല ചെയ്യിക്കുകയും മർദ്ദിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ അതിൽ അവർ വല്ലാതെ പൊറുതിമുട്ടിയിട്ടാണ് അവിടെ ജീവിക്കുന്നത് ബനി ഇസ്രായേൽ. ഇത് ഈ ആദ്യമായിട്ട് അല്ലാഹു തആല തൗഹീദൊന്നും പറയാനല്ല അവർ പറഞ്ഞത്. അല്ലാഹു തആല ആദ്യം പറഞ്ഞത് സാമൂഹികമായ കാര്യങ്ങൾക്ക്, ദ്രോഹങ്ങൾക്ക് ഒരു അറുതി വരുത്തണം. അതിനുവേണ്ടിയാണ് മൂസ നബിയോടും ഫിറഔനോടും ആദ്യമായിട്ട് പറയുന്നത്. ഇതിന് ശേഷം തൗഹീദും മറ്റുള്ളതൊക്കെ വരും. ആദ്യം പറയുന്നത് ഇതാണ്, അർസിൽ മഅന ബനി ഇസ്രായേൽ വലാ തുഅദ്ദിബ്ഹും, അവരെ നീ മർദ്ദിക്കരുത്, ഞങ്ങൾ വിട്ടുതരണം. ബനി ഇസ്രായേലിനെ ഞങ്ങൾ 2 പേർക്കും വിട്ടുതരണം എന്നുള്ളതാണ്. വലാ തുഅദ്ദിബ്ഹും, അവരെ നീ മർദ്ദിക്കരുത്, അവരെ ഞങ്ങൾക്ക് വിട്ടുതരണം എന്ന് മൂസ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബിയും കൂടി അവരോട് പറയാനാണ് അല്ലാഹു തആല പറയുന്നത്. അപ്പോൾ സാമൂഹികമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് അവരെ സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്ന ആളുകളെ ആ ദുരിതത്തിൽ നിന്ന് കയറകയറ്റണം എന്നാണ് അള്ളാഹുവിൻ്റെ തീരുമാനം. അതനുസരിച്ചാണ് ആദ്യമായിട്ട് ഈ കാര്യത്തിന് പ്രാധാന്യം കൊടുത്ത് അവരെ ഞങ്ങൾക്ക് വിട്ടുതരണം, അവരെ ദ്രോഹിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശമാണ് അല്ലാഹു തആല ഹാറൂൻ നബിക്കും മൂസ നബിക്കും കൊടുക്കുന്നത്. ഫിറഔനോട് പറയണം. അത് പറഞ്ഞുകൊണ്ട് അത് മാത്രമല്ല, അത് ജീനാക്ക, നിന്റെ അടുക്കൽ ഞങ്ങൾ വന്നിട്ടുണ്ട്, ആയത്തിൻ ദൃഷ്ടാന്തങ്ങളുമായിട്ടാണ് വന്നത്, റബ്ബിക്ക, നിന്റെ റബ്ബിൻ്റെ ഭാഗത്തു നിന്നുള്ള ദൃഷ്ടാന്തങ്ങളുമായിട്ടാണ് വന്നത്. നിന്റെ റബ്ബ് എന്ന് പറയാൻ കാരണം ഞങ്ങളുടെ റബ്ബിൻ്റെ അടുക്കൽ നിന്നല്ല എന്നല്ല പറഞ്ഞത്. അവൻ അന റബ്ബുക്കുമുൽ അഅല എന്ന് പറയുന്ന ആളാണ്. അവൻ റബ്ബാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പം നീ റബ്ബൊന്നുമല്ല, നീ ഒരു അബ്ദാണ്, അള്ളാഹുവിൻ്റെ അബ്ദാണ്. നിനക്ക് ലഭിക്കുന്ന സംരക്ഷണം ഏകനായ അള്ളാഹുവിൽ നിന്നാണ് നിനക്ക് സംരക്ഷണം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, നീ റബ്ബല്ല എന്നുള്ളത് അവനെ ഉണർത്താൻ വേണ്ടി, ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് ഖദ് ജീനാക ബി ആയത്തിൻ മിർ റബ്ബിക എന്നല്ലാഹു തആല പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ വരുന്നത് ബി ആയത്തിൻ മുഅ്ജിസത്തുമായിട്ടാണ്, ദൃഷ്ടാന്തങ്ങളുമായിട്ടാണ്. ഈ മിർ റബ്ബിക, നിന്റെ റബ്ബിൻ്റെ പക്കൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങളുമായിട്ട്. അത് വടിയും കയ്യും. കയ്യ് കക്ഷത്തിൽ വെച്ച് എടുത്തു കഴിഞ്ഞാൽ പ്രക്ഷോഭിതമാവുന്നു, വടി നിലത്തിട്ടാൽ പാമ്പാവുന്നു. ഇങ്ങനെ 2 ദൃഷ്ടാന്തങ്ങൾ മുമ്പുള്ള ആയത്തുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്തുമായിട്ടാണ്, ഈ മുഅ്ജിസത്തുമായിട്ടാണ്, അല്ലെങ്കിൽ ഈ പിന്നെ അസാധാരണ സംഭവമായിട്ടാണ് അല്ലാഹു തആല അവരെ അയക്കുന്നത് ഫിറഔന്റെ അടുത്തേക്ക്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നത് വസ്സലാമു അലാ മൻ ഇത്തബഅൽ ഹുദ, അള്ളാഹുവിൻ്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകൾ ചിലരാണ്, ഇത്തബഅൽ ഹുദ, സന്മാർഗത്തെ അവലംബിച്ച ആളുകളാണ്. സന്മാർഗത്തോട് പിൻപറ്റുന്ന ആളുകളാണ് അള്ളാഹുവിൻ്റെ രക്ഷയിൽ നിന്ന് രക്ഷപ്പെടുക, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുക. അപ്പോൾ അസ്സലാമത്തു മിൻ അദാബി റബ്ബിക്ക, നിന്റെ റബ്ബിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകൾ മനിത്തബഅൽ ഹുദ, ഹുദയോട് പിൻപറ്റിയവരാണ്, സന്മാർഗത്തോട് പിൻപറ്റിയവരാണ് എന്നുള്ളൊരു ഓർമ്മിപ്പിക്കലും കൂടി ഈ ആയത്തിൽ അല്ലാഹു തആല
ഫിർഔനിന് വേണ്ടി നടത്തുന്നുണ്ട്. 47-ാമത്തെ ആയത്താണ് ഇപ്പോൾ പറഞ്ഞത്. ഫഅ്തിയ ഒന്നുകൂടി വായിക്കാം. ഫഅ്തിയാഹു ഫഖൂലാ ഇന്നാ റസൂല റബ്ബിക ഫഅർസിൽ മഅനാ ബനീ ഇസ്രായീൽ വലാ തുഅദ്ദിബ്ഹും ഖദ് ജിനാക ബിആയത്തിൻ മിൻ റബ്ബിക വസ്സലാമു അലാ മൻ ഇത്തബഅൽ ഹുദാ. 48-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, ഇന്നാ ഖദ് ഊഹിയ ഇലൈനാ അന്നൽ അദാബ അലാ മൻ കദ്ദബ വതവല്ലാ. ഇന്നാ തീർച്ചയായും ഞങ്ങൾ ഫിർഔനോട് മൂസ നബിയും ഹാറൂൻ നബിയും പറയേണ്ട കാര്യങ്ങളാണ് അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുന്നത്. ഇന്നാ തീർച്ചയായും ഞങ്ങൾ, ഖദ് ഊഹിയ ഇലൈന തീർച്ചയായും ഞങ്ങൾക്ക് ദിവ്യ സന്ദേശം നൽകപ്പെട്ടിരിക്കുന്നു. ഖദ് ഊഹിയ ഇലൈന ഞങ്ങൾക്ക് ദിവ്യ സന്ദേശം നൽകപ്പെട്ടിരിക്കുന്നു. എന്തെന്ന്? അന്നൽ അദാബ തീർച്ചയായും അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിക്കുന്നത് അലാമൻ ചിലർക്കാണ്, കദ്ദബ അവർ കളവാക്കിയിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ കളവാക്കുകയും നിഷേധിച്ചു തള്ളുകയും ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് അള്ളാഹുവിൻ്റെ ശിക്ഷ. വതവല്ല അവൻ പിന്തിരിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോൾ പിന്തിരിഞ്ഞു പോവുക, അള്ളാഹുവിൻ്റെ അമ്പിയാക്കളെ പ്രവാചകന്മാരെ കളവാക്കി തള്ളുക, അവരെ പരിഹസിക്കുക, ഇങ്ങനെ ചെയ്യുന്നവർക്കാണ് അദാബ്, അന്നൽ അദാബ് ശിക്ഷ അലാമൻ കദ്ദബ വതവല്ല. അപ്പൊ ഈമാനെയും വിട്ട് പിന്തിരിഞ്ഞു പോവുക, വിശ്വസിക്കാതെ. അലാമൻ കദ്ദബ അംബിയാ അല്ലാഹി വഅറദ അനിൽ ഈമാൻ അമ്പിയാക്കളെ കളവാക്കുകയും ഈമാനത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയും ചെയ്യുന്ന ആളുകൾക്കാണ് ശിക്ഷ വരാനിരിപ്പുണ്ട് എന്നുള്ള മുന്നറിയിപ്പാണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ നൽകുന്നത്. ഇതെല്ലാം പറയണം, ഇതെല്ലാം ഫിർഔനോട് പറയണം എന്നുള്ള നിർദ്ദേശമാണ് അല്ലാഹു കൊടുക്കുന്നത്. അങ്ങനെ പറഞ്ഞു. അങ്ങനെയെല്ലാം അല്ലാഹു തആല കൽപ്പിച്ചതനുസരിച്ച് ഫിർഔനോട് അവർ പറഞ്ഞു. 49-ാമത്തെ ആയത്തിൽ ഖാല ഫിർഔൻ ചോദിക്കുന്നു, ഫമൻ റബ്ബുക്കുമാ യാ മൂസ, ഫമൻ റബ്ബുക്കുമാ യാ മൂസ, ഫമൻ ആരാണ്, റബ്ബുക്കുമാ നിങ്ങൾ രണ്ടുപേരുടെയും രക്ഷിതാവ്, ഞാനല്ലാത്തൊരു രക്ഷിതാവ് നിങ്ങൾക്കുണ്ടെന്ന്. ആരാണ് ആ രക്ഷിതാവ്? ഇവന്റെ രക്ഷിതാവ് എന്ന് പറയണില്ല, കാരണം അവൻ തന്നെ റബ്ബാണെന്ന് പറയുന്ന ആളാണല്ലോ. അന റബ്ബുക്കുമുള്ള ആയല, നിങ്ങളുടെ ഉന്നതനായ രക്ഷിതാവ് ഞാനാണ് എന്ന് വാദിക്കുന്ന ആളാവൻ. അപ്പൊ അവൻ ചോദിക്കുന്നത് മൂസ നബിയോടും ഹാറൂൻ നബിയോടും, ഫമൻ റബ്ബുക്കുമായ മൂസ, നിങ്ങളുടെ രണ്ടാളുടെയും റബ്ബ് ആരാണ് മൂസ? ഏ മൂസ, നിങ്ങളുടെ രണ്ടുപേരുടെയും റബ്ബ് ആരാണ്? എനിക്ക് അറിയില്ലല്ലോ അത് എന്നാണ് ചോദ്യം. അതൊരു പരിഹാസത്തിലുള്ള ചോദ്യമാണ്. മൻ ഹുവ റബ്ബുല്ലദീ തദ്ഊന ഇലൈഹി, ഏതൊരു റബ്ബിലേക്കാണോ നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നത് ആ റബ്ബ് ആരാണ്? യാ മൂസ, ഏ മൂസ, ഇന്നി ലാ അഅരിഫു, ആ റബ്ബിനെ എനിക്ക് അറിയില്ലല്ലോ, ഒന്ന് പരിചയപ്പെടുത്തി തരൂ എന്ന്. അപ്പോൾ മൂസ നബി പറയുന്നത് ഒരു ചെറിയ ഒരു വാചകത്തിൽ ഒതുക്കി. മൂസ നബി അതിന് വലിയ മഹാ അത്ഭുതമുള്ള അർത്ഥമുള്ള വാക്കാണ്. ഖാല, മൂസ നബി പറഞ്ഞു, അല്ലെങ്കിൽ ഹാറൂൻ നബി രണ്ടുപേരും കൂടി പറഞ്ഞു, റബ്ബുന ഞങ്ങളുടെ രക്ഷിതാവ്, അല്ലദീ അഅ്താ കുല്ല ഷൈഇൻ, അല്ലദീ എങ്ങനെയുള്ള രക്ഷിതാവ്, അല്ലെങ്കിൽ റബ്ബുന ഞങ്ങളുടെ രക്ഷിതാവ് അല്ലദീ ഒരുത്തനാണ്, അഅ്താ അവൻ നൽകിയിട്ടുണ്ട്, കുല്ല ഷൈഇൻ എല്ലാ വസ്തുക്കൾക്കും, ഖൽഖഹു അതിൻ്റെ ആ നാച്ചുറലായിട്ടുള്ള ആ സ്വഭാവങ്ങൾ നൽകിയിട്ടുണ്ട്. സുമ്മ ഹദ പിന്നെ അതിൻ്റെ നേർവഴിയിലേക്ക് ആക്കുകയും ചെയ്തിട്ടുണ്ട്. ഓരോന്നിനും ആവശ്യമായ കാര്യങ്ങൾ അള്ളാഹു എല്ലാത്തിനെയും എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചു. പിന്നെ എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെതായ നാച്ചുറലായിട്ടുള്ള സ്വഭാവങ്ങളും നൽകുകയും ചെയ്തു. ഓരോ ജീവജാലത്തിനും ഓരോ തരം സ്വഭാവങ്ങളും ആണല്ലോ. ആ സ്വഭാവങ്ങളൊക്കെ നൽകി. അത് എന്താണെന്ന് എല്ലാം ഈ രണ്ട് വാക്കിൽ അടങ്ങിയിരിക്കുക. അഅ്താ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദ എന്ന് പറഞ്ഞ രണ്ട് വാക്കിൽ അടങ്ങിയിരിക്കുക.
ലോകത്താകമാനമുള്ള ചരാചരങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചു പരിപാലിച്ചു വരിക. അപ്പോൾ ഓരോന്നിൻ്റെ സ്വഭാവം വ്യത്യസ്ത സ്വഭാവങ്ങളാണ്. ഇപ്പോൾ ഈ പിടിമൃഗങ്ങൾക്കുള്ള ഇതാണ്, മനുഷ്യന് നരഭോജികളായ പിടിമൃഗങ്ങൾക്കുള്ള സ്വഭാവം വേറൊന്നാണ്. അതുപോലെ തന്നെ മനുഷ്യനോട് സൗമ്യമായി പെരുമാറുന്ന കാലികളും മറ്റുള്ള ജീവികളുമുണ്ട്, അവരുടെ സ്വഭാവം വേറൊന്നാണ്. ഇങ്ങനെ പല ജീവികൾക്കും പല സ്വഭാവങ്ങളും ആണുള്ളത്. അതിലേക്ക് അല്ലാഹു തആല അവരെ ആ വഴിയിലൂടെ അവരെ ചലിപ്പിക്കുകയും ചെയ്യുക. ഓരോന്നിനും അവരുടെ നേച്ചറലായ ഓരോ സ്വഭാവങ്ങൾ നൽകിയിട്ട് അതിലൂടെ അവരെ വഴി നടത്തുകയും ചെയ്യുകയാണ്. ഇത് അള്ളാഹുവിനല്ലാതെ വേറെ ആർക്കും കഴിയില്ല. അപ്പൊ ഈ മുഫസ്സിറുകൾ പറയുന്നത് ഇത് വലിയൊരു അർത്ഥവത്തായ വാചകമാണ്. ഇത് സാഹിത്യമാണെങ്കിലും മറ്റു നിലക്കാണെങ്കിലും വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് വലിയ ബൃഹത്തായ അർത്ഥവ്യാപ്തിയുള്ള വാക്കുകളാക്കി മാറ്റി അതിൻ്റെ അർത്ഥം വളരെ ഗാംഭീര്യമുള്ളതാണ്. അത് എല്ലാ സൃഷ്ടികളെയും ഉൾക്കൊള്ളുന്ന നിലക്കുള്ളതാണ്. അത് ആയത്തല്ലൈന, അത് അപ്പോൾ കണ്ണിന് അല്ലാഹു തആല നൽകിയത് കാണാനുള്ള ശക്തി, ചെവിക്ക് അല്ലാഹു നൽകിയത് കേൾക്കാനുള്ള ശക്തി. അതുപോലെ ഓരോ ജീവികൾക്കും കണ്ണും കൈയും പിന്നെ കാതും പിന്നെ കാലും മൂക്കും വായയും നാവും ഇതെല്ലാം അല്ലാഹു നൽകിയിട്ട് ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേക സ്വഭാവങ്ങളും നൽകി. ഇത് അള്ളാഹുവിനല്ലാതെ മറ്റാർക്ക് സാധിക്കുക? അപ്പൊ അതാണ് ഞങ്ങളുടെ അള്ളാഹു എന്നാണ് അവിടെ ഫിർഔനോട് മൂസ നബിയും ഹാറൂൻ നബിയും പറഞ്ഞു കൊടുത്തത്. അപ്പൊ ഇതിൽ നിന്നെല്ലാം അവന് പലതും ഗ്രഹിക്കാനുണ്ട്. ഖാല റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു, എല്ലാ ഓരോ സൃഷ്ടികൾക്കും അല്ലാഹു തആല നൽകി അതിൻ്റെ ആ നാച്ചുറലായിട്ടുള്ള സ്വഭാവം നൽകി, സുമ്മ ഹദാ, പിന്നെ അതിനെ ആ വഴിക്ക് നടത്തുകയും ചെയ്തു എന്നാണ് അല്ലാഹു തആല മൂസ നബിയോട് അവരോട് പറഞ്ഞു. മൂസ നബിയും ഫിർഔനും ഹാറൂൻ നബിയും അവനോട് പറഞ്ഞത്. അപ്പോൾ 50-ാമത്തെ ആയത്ത് ഇതാണ്. ഇനി ഞാൻ ആയത്തുകൾ ഒന്നുകൂടെ വായിക്കാം. 45-ാമത്തെ ആയത്ത് ഖാല റബ്ബനാ ഇന്നനാ നഖാഫു അൻ യഫ്റുത അലൈനാ വയതാ. 45 അത് മുമ്പെടുത്ത ആയത്താണ്, മുമ്പത്തെ വീഡിയോയിൽ. 46 മുതൽക്കാണ് ഇന്ന്. ഖാല ലാ തഖാഫാ ഇന്നനീ മഅകുമാ അസ്മഉ വഅറാ فأتياه فقولا إنا رسول ربك فأرسل معنا بني إسرائيل ولا تعذبهم قد جئناك بآية من ربك والسلام على من اتبع الهدى. 47-48 إنا قد أوحي إلينا أن العذاب على من كذب وتولى قال فمن ربكما يا موسى قال ربنا الذي أعطى كل شيء خلقه ثم هدى. ഇങ്ങനെ 5 ആയത്തുകൾ 45 മുതൽ 50 ആയത്ത് വരെ, 50-ാമത്തെ ആയത്ത് വരെയാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. ഇത് എല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. എങ്കിൽ 100 വീഡിയോകളും നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും, ലഭ്യമാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.